ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും അല്ല, കുറച്ച് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലിറ്റിയുടെ ഡേ ഇൻ മൈ ലൈഫ്, അല്ല സോറി, സ്കിൻ കെയർ റൊട്ടീൻ ഒന്ന് കാണിക്കാമെന്ന്. മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ. അപ്പോൾ വിചാരിച്ചു കുറെ ആയിട്ട് ചോദിക്കുന്നല്ലേ, കാണിച്ചേക്കാം, ആൾക്കാരുടെ ആഗ്രഹങ്ങളല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ. ആദ്യം പല്ല് തേപ്പ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുന്ന ഉടനെ നേരെ വാഷ്റൂമിൽ പോയി പല്ല് തേക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നേരെ കിച്ചണിൽ പോയി ചിലപ്പോൾ കോഫിയൊക്കെ ഇട്ടിട്ടായിരിക്കും വന്ന് പല്ല് തേക്കുന്നത്. ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സെറ്റാഫിലിൻ്റെ ഒരു ഫേസ് വാഷാണ്. അങ്ങനെ സ്ഥിരം ഫേസ് വാഷ് ഒന്നുമില്ല. ഒരെണ്ണം തീർന്നു കഴിയുമ്പം അടുത്ത വാങ്ങിക്കും. പക്ഷേ മിക്കപ്പോഴും സെറ്റാഫിലിൻ്റെയോ ബയോഡെർമയുടെയോ ഒക്കെ ഫേസ് വാഷ് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഇതൊക്കെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അങ്ങനെ അലർജി ഒന്നും ഉള്ള സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മൾ നമ്മൾ പല്ല് തേച്ചു, മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകി. ഇനി അടുത്തത് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കുളിച്ചു കേട്ടോ. കുളിച്ചോണ്ടാ കേട്ടോ, പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞ് കെട്ടി കീറി വെച്ചേക്കുന്നില്ല തലയിലൊരു തോർത്ത്. എനിക്കുണ്ടല്ലോ പണ്ട് തൊട്ടേ നമ്മൾ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ നാടൻ രീതിയില്ലേ, തോർത്ത് വെച്ച് ഇങ്ങനെ തോർത്തി കെട്ടുന്നത്, ആ ഒരു സുഖം, ആഹാ. തലയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടി കഴിയുമ്പോൾ കിട്ടുകയല്ലേ, അല്ല തലയ്ക്ക് നല്ല ഒരു സുഖം കിട്ടുകയല്ലേ. അതുകൊണ്ട് ഇങ്ങനെ കെട്ടുന്ന ഇഷ്ടം കേട്ടോ. ടവല് വെച്ച് എന്താ പറയുന്നത്, കുളിക്കുന്ന എനിക്ക് ദേഹമൊക്കെ തോർത്തുന്ന ടവല് വെച്ചിട്ടാ. പക്ഷെ തല എനിക്ക് ടവല് വെച്ചൊന്ന് തോർത്തുന്ന ഇഷ്ടമില്ല. എനിക്കങ്ങ് തലയ്ക്ക് ഭയങ്കര ഭാരം പോലെയോ. ഇത് വെച്ച് കഴിയുമ്പോൾ ആഹാ ഒരു മനസ്സുഖം. അതുകൊണ്ട് ഞാൻ സ്റ്റിൽ തോർത്ത് യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മുടെ സംസ്കാരങ്ങൾ മറന്നു പോകാൻ പാടുണ്ടോ? ഇതാണ് എൻ്റെ സംസ്കാരം. ഇപ്പൊ എന്നെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നതാണ്, ഇന്നിപ്പോ രാവിലെ ഏതാ വീഡിയോക്കകത്ത് എന്റെ നെയിൽ പോളിഷിന്റെ കളർ ഇതല്ലല്ലോ, ഇത്ര പെട്ടെന്ന് നെയിൽ പോളിഷ് മാറിയോ ലിറ്റി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ്. ശരിയാണ്, രാവിലെ ഇട്ട നെയിൽ പോളിഷ് ഇതല്ല. ഇതെങ്ങനെയുണ്ട്? ഞാൻ നെയിൽ പോളിഷ് ഒന്നും മാറിയേ. പക്ഷേ എൻ്റെ ഡെയിലി സ്കിൻ കെയർ, മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ കാണിക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ട് നെയിൽ പോളിഷ് മാറിയെങ്കിലും ഞാൻ പല്ലും തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, മുഖം കഴുകിയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ആത്മാർത്ഥതയോടെ നിന്നെന്ന് നോക്കി. അപ്പോൾ നെയിൽ പോളിഷൊക്കെ മാറി വേണം. ഇപ്പോൾ ബ്രഷൊക്കെ ചെയ്തു, ഫേസൊക്കെ കഴുകി, നമ്മൾ കുളിച്ചു. ഇനി നമ്മൾ അടുത്തത്, പക്ഷെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമല്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്നതാണ്. അത് ഇന്ന് ഞാൻ ചെയ്യാൻ പോവുകയാണ്. എന്താണത്? കം ടു ദ പോയിന്റ്. ഞാൻ കാണിക്കാം. ഈ ഒരു സാധനം ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ എന്താ കാണിക്കുന്നതെന്നായിരിക്കും അല്ലേ. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്നാളത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ യൂസ് ചെയ്യുന്നത് ഒത്തിരി പേര് ഇത് കണ്ട ബോന്റെ എപ്പിലെപ്റ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ, എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, അവിടെ ഇവിടെയായിട്ട് 1-2 കുഞ്ഞു മീശകളുണ്ട് ഗൈസ്. ഞാനൊരു ആൺകുട്ടിയാണോ എന്ന് ചില സമയത്ത്, അത് എനിക്ക് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട ഒരു 80% പെൺകുട്ടികൾക്കും ഒരു പ്രായം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 30 കഴിയുമ്പോൾ ഇച്ചിരി കുഞ്ഞു മീശയൊക്കെ വരുന്നേ, ഹോർമോണൽ ചേഞ്ചസ് കാരണം. അങ്ങനെ എൻ്റെ ഹോർമോണൽ വ്യതിയാനങ്ങൾ കാരണം 1-2 കുഞ്ഞു മീശകൾ അവിടെ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അത് കളയാൻ ഇവനെ യൂസ് ചെയ്യും. ഞാൻ ലേസർ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് ലേസർ ചെയ്യാൻ താല്പര്യമില്ല. ആകെ 2 രോമങ്ങൾക്ക് വേണ്ടി എന്തിനാണ് വെറുതെ. അപ്പോൾ നോക്കാം. എൻ്റെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ബ്രോൻ്റെ എപ്പിലെപ്റ്ററാണ്. ശരിക്കും ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലേഡീസിനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. മീശ പഠിക്കുന്ന വീഡിയോ ഒന്നും അല്ല, എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ. ആത്മാർത്ഥ പറഞ്ഞ ഞാൻ പല്ലും തേച്ചില്ല, മുഖം കഴുകിയില്ല. അതിനിവിടെ പ്രസക്തി കഴിയുമോ? ഞാൻ അവരോടും പറഞ്ഞായിരുന്നു അല്ലേ, ഞാൻ പല്ല് തേച്ചിട്ട് ജസ്റ്റ് എന്തിനാ സൈഡിൽ നിന്ന് തന്നെ പ്രകോപിപ്പിക്കുന്നു. ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് 9 വരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇരിക്കുന്ന 7 ആണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അധികം ഒന്നും ഇല്ല, 1-2 കുറച്ച് കൂടെ അവിടെ ഇവിടെ. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, പലരും ഇങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് മൊത്തം മുഖം ഷേവ് ചെയ്ത് കളയുന്നത്. ബ്ലേഡ് വെച്ച് നമ്മളിങ്ങനെ ഷേവ് ചെയ്ത് കഴിയുമ്പോഴത്തെ പ്രശ്നം എന്നറിയോ, നമ്മുടെ റേസർ വെച്ചിട്ട് നമ്മൾ കളയുന്നതിനേക്കാളും ശക്തിയായിട്ട് വളരും. പിന്നെ എനിക്കൊന്ന് ആണുങ്ങളുടെ ഒക്കെ ഹെയർ പോലെ ഭയങ്കര തിക്കായിട്ട് വളരാൻ ചാൻസ് ഉണ്ട്. ഇത് അങ്ങനൊന്നും കുഴപ്പമില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ എന്നെ കണ്ടിട്ട് ക്ലീൻ ഷേവ് ചെയ്ത പോലെ ഉണ്ടോ നിങ്ങൾക്ക്? വേറെ ഒന്നും എടുക്കില്ല, ചെറിയ ഒരു തരിപ്പ് പോലെ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ തരിച്ചപ്പോ എന്റെ തരിപ്പെല്ലാം പോയി. അതുകൊണ്ട് എനിക്കിപ്പോ തരിപ്പൊന്നും ഇല്ല. ഓക്കെ, കണ്ടില്ലേ, ഫേസ് നല്ല വൃത്തിയായില്ലേ.
ഈ ഒരു സാധനം തന്നെയാണ് ഞാൻ ഇങ്ങനെ ഫേസിലും എൻ്റെ കയ്യിലൊക്കെ ഹെയർ കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. കയ്യിലൊക്കെ ഹെയർ കളയാം. കയ്യിലെയും കാലയിലെയും അപ്പർ ലോവർ എക്സ്ട്രിമിറ്റീസ് ഒക്കെ ഇത് വെച്ചിട്ടാണ് ഹെയർ കളയുന്നത്. ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നോക്കി പറ്റുമെങ്കിൽ ഞാൻ തരാം. എനിക്കറിയില്ല. ഇന്നാൾ ആരാണ്ട് ഏതൊരു വീഡിയോക്ക് ഒത്തിരി പേര് ലിങ്ക് ചോദിച്ചു. ലിങ്ക് എന്ന്. അങ്ങനെ എല്ലാത്തിനും കുത്തിരുന്ന് ലിങ്ക് ഇടാൻ ഞാൻ മടുത്തു. അവസാനം ഞാൻ കോമൺ ആയിട്ടൊരു ലിങ്ക് ഇട്ടെന്ന് എനിക്ക് തോന്നുന്നേ. എനിവേ, നമ്മുടെ ഫേസിലെ ഹെയർ കളഞ്ഞു. ഓക്കെ, നല്ല സാധനം ഇത് കേട്ടോ. ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ സൂപ്പർ. ഞാനൊരു ടോണറാണ് അടുത്ത് അപ്ലൈ ചെയ്യുന്നത്. ഇത് ബോഡി ഷോപ്പിൻ്റെ വൈറ്റമിൻ ഇ ടോണർ കേട്ടോ. ഈ ഒരു ടോണർ, അത് ബോഡി ഷോപ്പിൻ്റെ ഒരു വൈറ്റമിൻ ഇ ടോണർ. ഇത് ഞാൻ നെക്സ്റ്റ് അപ്ലൈ ചെയ്യും. ഇതൊക്കെ വേണേൽ ഞാൻ ടോണർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സുഖം. പണ്ടത്തെ ഉഷ ഫാനിനകത്തുനിന്ന് കാറ്റ് കൊണ്ട പോലെ. ആഹാ, ഊഹു ഊഹു ലാ 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 ലാ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ സെറാവയുടെ ഐ റിപ്പയർ ക്രീം. എന്ന് വെച്ചാൽ എൻ്റെ കണ്ണടിച്ചു പോകേണ്ട ഐ റിപ്പയർ ചെയ്യുന്ന ക്രീം അല്ല, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു കേട്ടോ. ഇതുണ്ട് സെറാവയുടെ ഐ റിപ്പയർ ക്രീം എന്ന് പറഞ്ഞിട്ടൊരു ക്രീം. ഈ ക്രീം ഞാൻ കണ്ണിനടിയിൽ തേച്ച് കൊടുക്കും. എന്തിനാന്ന് വെച്ചാൽ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. പക്ഷെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ അടിവശമൊക്കെ വല്ലാണ്ട് കറുത്തായിരുന്നു ഈ ഉറക്കമില്ലാതെ ഇരുന്നിരുന്നിരുന്ന്. അപ്പോൾ നിങ്ങൾ എന്നോട് പറയും, ലിറ്റി കാപ്പൂടി ഉറക്കം പൊക്കുളന്ന്. അത് കുറച്ചിട്ടുള്ള ഉറക്കം കുറവൊന്നും എനിക്ക് വേണ്ട. നമ്മൾ ഐ റിപ്പയർ ചെയ്തോണ്ടിരിക്കും. ഇപ്പം എൻ്റെ നോക്കി നന്നായിട്ട് റിപ്പയർ ചെയ്യുന്നില്ലേ? അങ്ങനെ ഐ റിപ്പയർ ക്രീം തേച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ക്രീം. ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം. ക്ലിനിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം കേട്ടോ. കാണാവോ? ഇത് ക്ലിനിക്കിൻ്റെ ഈ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കുറേ നാളായിട്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ മാത്രമല്ല, നമ്മുടെ ജസ്റ്റി മോനും ഇത് വന്ന് നന്നായി പിടിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല പിശുക്കിയാണേ. ഞാൻ പിശുക്കി ക്രീം തേക്കും. നമ്മുടെ ജസ്റ്റി മോൻ നല്ല ലാവിഷായിട്ട് എടുത്ത് അങ്ങ് തേക്കും. കർത്താവേ, എനിക്ക് കണ്ട സഹിക്കുകയല്ല. ഇതുണ്ടോ? ഇപ്പം ഹെയർ റിമൂവ് ചെയ്തേക്കുന്നതുകൊണ്ട് ചെറിയൊരു നീറ്റൽ പോലെ. നീറ്റലൊന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ നഖത്തേൽ ഇച്ചിരി കിട്ടും. അത് നമ്മൾ വെറുതെ കളയരുത്. കഴുത്തലൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ചോണം. അപ്പോൾ അതും സെറ്റ്. അപ്പോൾ നമ്മൾ അടുത്തത് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു. നിങ്ങളൊരു സൂത്രം കാണിക്കാവേ. ഇത് ഞാനിപ്പോൾ തേക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീം. ഇതുണ്ടോ? വേറെ എന്തോരമാണ് ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ഇവിടെ തേച്ചേക്കുന്നത്. ഇതുണ്ട്, ഇതെല്ലാം തീർത്ത് ഇച്ചിരി വെച്ചേക്കുന്ന ജസ്റ്റിമോൻ തേച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജസ്റ്റിയുടെ, ഇതിനകത്തൊക്കെ ഇച്ചിരി ഉണ്ട്. ഇതാണ് ജസ്റ്റിയുടെ ഉപയോഗം. എന്നെ ഉപയോഗം ഒന്ന് നോക്കിയേ അമ്മേ. അതുപോലെ ഇനി പൊട്ടിക്കാനാണേലും ഇത് പുതിയ ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം വേറെ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. ഇത് നിങ്ങളോർക്ക് നമുക്ക് തലയ്ക്ക് ഭ്രാന്താണ്, പക്ഷെ ഇവിടെ അതുപോലത്തെ ഉപയോഗം നമ്മുടെ ജസ്റ്റ് കേട്ടോ. ഇതുണ്ടോ? ഇതിനകത്ത് മോയ്സ്ചറൈസിങ് ക്രീം. ഇത് ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ഉപയോഗിച്ച് തീർന്നത്, ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്വിൻ്റൽ കണക്കിന് മോയ്സ്ചറൈസിങ് ക്രീം ഇവിടെ. അടുത്തതാണ് സൺസ്ക്രീൻ. ഓക്കെ, ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ. ഞാൻ യൂസ് ചെയ്യുന്നത് ലാ റോച്ചെ പോസയുടെ ഒരു സൺസ്ക്രീൻ കേട്ടോ. അതെ, ഈ ഒരു സൺസ്ക്രീൻ ഇതുണ്ടോ? ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ തേക്കുമെന്ന് ചോദിച്ചാൽ നോ. പക്ഷെ നമ്മൾ ഡേ ടൈമിലും തേക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഡേ ടൈമിലും അത് തന്നെയല്ല. ഇപ്പോൾ ഇവിടെ
ചൂട് തുടങ്ങിയില്ലേ, അതുകൊണ്ട് ഡേ ടൈമിലും കൂടെ തേക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ അത്രയ്ക്ക് തേക്കില്ല. മഞ്ഞില്ലേ, മിച്ചമുള്ളതൊക്കെ നമ്മൾ കഴുത്തലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചേക്കണം. അപ്പോൾ സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. നീ കാറ്റടിക്കുമ്പോൾ നല്ല സുഖം. ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ മോയ്സ്ചറൈസിങ് ക്രീമും തേച്ച് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് പോലെ ഒരു ലിപ് ബാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം. ഇതും ബോഡി ഷോപ്പിൻ്റെ ലിപ് ബാം ആണേ. ഉണ്ട് ബോഡി ഷോപ്പിൻ്റെ ഒരു ലിപ് ബാം. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴും എൻ്റെ ഫ്ലേവറിനോട് ചോദിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത്, ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലേവർ. അത് തീർന്നു കേട്ടോ, എനിക്കൊന്നുകൂടെ വാങ്ങിക്കണം. ഇതിട്ട് ഞാൻ പകൽ വീഡിയോ ഒക്കെ രാത്രി കിടക്കുമ്പോഴൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാരെന്നോട് പറയുന്നത് ലിപ്സ്റ്റിക് ഇട്ടാണോ കിടക്കുന്നതെന്ന്. നോ, ഇത് ലിപ്സ്റ്റിക് അല്ല, ഇതുണ്ടോ ഒരു ലിപ് ബാം ആണ് ഇത്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഡെയിലി സ്കിൻ കെയർ റൊട്ടീൻ. ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ കേട്ടോ. ചില സമയത്ത് സീറം തേക്കും ഞാൻ, പക്ഷെ മിക്കപ്പോഴും സീറം നൈറ്റിലാണ് തേക്കുന്നത്. പകൽ ഞാൻ ഇത്രയൊക്കെ തേക്കാറുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇത്രയാണ് എൻ്റെ ഡെയിലി സ്കിൻ കെയർ റൊട്ടീൻ. പിന്നെ മുടി ഒന്ന് ചീകി വെക്കും, അത് സ്കിന്നിനകത്ത് വരുന്നില്ലല്ലോ. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാ? അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, ഇനി നെയിൽ പോളിഷ് ഏതാണെന്ന് ഇനി ചോദിക്കണ്ട. ഇത് OPയുടെ ഒരു നെയിൽ പോളിഷ് എന്ന് ഇട്ടേക്കുന്നേ. ഇന്ത്യക്കാണോ? ഇത് OPയുടെ ഈ ഒരു നെയിൽ കളർ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡെയിലി ഡെയിലി സ്കിൻ കെയർ റൊട്ടീൻ, അല്ലെങ്കിൽ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നോ മേക്കപ്പ്, നത്തിങ്, ഓൺലി സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ലിപ് ബാം ഇട്ടു, മോയ്സ്ചറൈസിങ് ക്രീം അല്ല, വാട്ട്സ് ദാറ്റ്, ടോണർ ഇട്ടു, മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു, ലിപ് ബാം ഇട്ടു, പിന്നെ അണ്ടർ ഐ ഡാർക്ക്നെസ്സിന് വേണ്ടിയിട്ട് ഒരു ഐ റിപ്പയർ ക്രീം ഇട്ടു. ദാറ്റ്സ് ഇറ്റ്. തോന്നുന്നു ശുഭ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുടിക്കും. ബൈ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.